സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമയും അമൃതയും റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കോട്ടോ. ഈ സമയം നഴ്സുമാർ ആ ഒരു റൂമിലേക്ക് കയറി വരുവാണ്. അന്നേരം ഞെട്ടി എഴുന്നേക്കുവാണ് ഷാമയും അമൃത. എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ഷാമ ചോദിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറയണേ, അത് പിന്നെ ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിപ്പോൾ തന്നെ എടുക്കണം. ഇഞ്ചക്ഷനോ? എന്തിന്? അതിന് എനിക്കൊരു അസുഖമില്ലല്ലോ. നിങ്ങളിപ്പോൾ എന്തിൻ്റെ പേരിലാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത്? എന്നെ ഡോക്ടർമാർ വല്ലവരും വന്ന് പരിശോധിച്ചോ? എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനിതിന് സമ്മതിക്കില്ല. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടി. ഡോക്ടർ ഞങ്ങളോട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളെന്താ പറയുന്നത്? എന്നാലേ നാളെ രാവിലെ ആ ഡോക്ടറിനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ, എന്നെ വന്ന് പരിശോധിക്കാൻ പറ. എന്നിട്ട് എൻ്റെ അസുഖം എന്താണെന്ന് എന്നെ അറിയിക്കുക. അതിനുശേഷം ഇഞ്ചക്ഷൻ തരണോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാം. ഈ സമയം അമൃതയും പറയണേ, അത് തന്നെ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഞങ്ങളെ ഇവിടെ ചതിയിലൂടെ ഇവിടെ വന്ന് പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ അത് അതൊന്ന് മനസ്സിലാക്കുക. ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? ലോകം അറിയപ്പെടുന്ന ഗായിക ശ്യാമയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞങ്ങളെ ചതിയിലൂടെയാണ് അവരിവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ഈ സമയം ആ നഴ്സ് പറയണേണ്, അതെ, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ ഡോക്ടർ പറയുന്നത് അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അതിന് ഇപ്പോൾ ആരായാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ മര്യാദക്ക് കിടക്കുന്നുണ്ടോ? ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല എന്ന് ക്ഷമയാണെങ്കിൽ തറപ്പിച്ച് പറയുവാണ്. ഈ സമയം ആ നഴ്സ് സെക്യൂരിറ്റിനെ വിളിക്കുക. സെക്യൂരിറ്റി. അങ്ങനെ ആ സെക്യൂരിറ്റിയായ 2 സ്ത്രീകൾ വരുന്നുണ്ട്. എന്തു പറ്റി? ഇവർ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതെ, നിങ്ങൾ മര്യാദ സഹകരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ രീതിയൊക്കെ മാറും. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇവർ പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഒരസുഖമില്ല. നിങ്ങളുടെ എല്ലാവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ സമനില തകർക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഷാമയെ തൊടാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അമൃത അവരുടെ മുമ്പിൽ കയറി നിൽക്കുവാണ്. ഈ സമയം അമൃതയെ തള്ളി മാറ്റുകൊണ്ട് ഒരു സെക്യൂരിറ്റി. അതുകൊണ്ട് ഭയന്ന് നിൽക്കുവാണ് ഷാമ. ഈ സമയം മറ്റൊരു സെക്യൂരിറ്റി ഷാമേനെ ബെലോയുടെ കാട്ടിലേക്ക് കയറി കിടത്തുവാണ്. എന്നിട്ട് നഴ്സുമാരോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം അത് തടയാനായിട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന അമൃതേനെ മറ്റൊരു സെക്യൂരിറ്റി ബലമായിട്ട് പിടിച്ചു നിർത്തുവാണ്. അന്നേരം ഷാമയാണെങ്കിൽ നല്ലാതെ ബലം പ്രയോഗിക്കുകയും അവരെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാവരും കൂടി മുറുകെ പിടിച്ച് ഷാമയുടെ കയ്യിലേക്ക് ബലം പ്രയോഗിച്ച് ഇഞ്ചക്ഷൻ കുത്തിവെക്കുവാണ്. ഷാമയാണെങ്കിൽ വേദന എടുത്ത് അലറിക്കരയുവാണ് കേട്ടോ. അതുകൊണ്ട് ഒന്നും ചെയ്യാനും ഷാമയെ രക്ഷിക്കാനും പറ്റാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അമൃതയും. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ചതിന് ശേഷം അവർ പോകുവാണ്. അതെ, ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ബലം പ്രയോഗിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരുന്നെങ്കിൽ ഇതിലും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയാനേ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഷാമയാണെങ്കിൽ തലയൊക്കെ പെരുത്തി കയറി വല്ലാത്ത അസ്വസ്ഥയാകുവാണ് കേട്ടോ. അന്നേരം അമൃത ഷാമയുടെ അരികിലിരുന്ന് ഷാമേനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷാമക്കാണെങ്കിൽ തീരെ വയ്യ. തലയിലേക്ക് കൈ പിടിച്ചുകൊണ്ട് പറയണേ, എട്ടത്തി, എൻ്റെ തലക്കൊക്കെ വല്ലാത്ത പെരുപ്പ് പോലെ, കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു മൂടലാണ് എട്ടത്തി. എനിക്ക് കാഴ്ചകളൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നുക. എൻ്റെ മോളെ രാധികെ എന്നൊക്കെ പറഞ്ഞ് അലറിക്കറിയുവാണ് കേട്ടോ ഷാമ. ഈ സമയം അമൃത ഷാമയെ തന്നെ മടിയിക്കെടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ഷാമ പറയുന്നുണ്ട്, ഏട്ടത്തി, മരിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി. അവളെ കണ്ടു കഴിഞ്ഞ് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഷാമയുടെ ബോധം തന്നെ മറഞ്ഞു പോകുവാണ്. ഇതേ സമയം ഉറങ്ങിക്കിടക്കുന്ന രാധികയ്ക്ക് ഷാമയ്ക്ക് എന്തോ ഒരു അപകടം പറ്റിയതായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുവാണ്. അന്നേരം വരണു എഴുന്നേക്കുന്നുണ്ട്. എന്താ പറ്റിയത്? വരുൺ, അമ്മക്ക് എടോ, അമ്മേനെ സ്വപ്നം കണ്ടു കാണുമല്ലേ? താൻ എത്ര തിരക്കിലേക്ക് പോയാലും തനിക്കൊരിക്കലും തൻ്റെ അമ്മയെ അങ്ങനെ മറന്നു കളയാൻ പറ്റില്ലല്ലോ. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ തൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ചുള്ള ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും കാണുന്നത്. ഇല്ല വരുൺ, ഇതങ്ങനെയല്ല. അമ്മയുടെ ഒരു ചെറിയ ഞെരുക്കം പോലും എനിക്ക് മനസ്സിലാകും. അമ്മ ഇപ്പോൾ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഉണ്ടാകും. ആ അമ്മയുടെ പ്രാണനെയല്ലേ അമ്മ പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേദന അമ്മയ്ക്കുണ്ടാവില്ലേ? സമാധാനമായിട്ട് കിടക്ക്. 4:30 അലാറം വെച്ചിരിക്കുകയല്ലേ. ഈ ഇരുട്ടത്ത് തന്നെ എണീറ്റ് അങ്ങോട്ട് പോയിട്ട് ഇനി ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാലേ പിന്നെ നാളെ തനിക്ക് തല നേരെ നിൽക്കില്ല. വന്ന് കിടക്ക്. കുറച്ച് സമയം സമാധാനത്തോടെ ഉറങ്ങാൻ നോക്കും. അങ്ങനെ പറഞ്ഞ് രാധികയെ പിടിച്ച് കിടത്തുവാണ്. എന്നിട്ട് വരുൺ പറയണേ, അതെ, നാളെ രാവിലെ നമുക്ക് മുത്തശ്ശിയോടൊപ്പം അമ്പലത്തിൽ പോകാനുള്ളതല്ലേ. അതിനു മുമ്പ് തൻ്റെ ജോലിയൊക്കെ തീർക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും വരുൺ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാൽ ശരി, കണ്ണടിച്ച് വേഗം കിടന്നോ. ഞാൻ ഉറങ്ങി, താൻ ഉറങ്ങിയിട്ടേ ഞാൻ ഇനി ഉറങ്ങുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് രാധികയുടെ തലമുടിയിലൊക്കെ തലോടി രാധികയുടെ അരികിൽ തന്നെ ഇരിക്കുവാണ്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആ ഒരു ഡോക്ടറിനെയാണ്. അന്നേരം ചന്ദ്രശേഖരൻ ഫോൺ എടുക്കുക.
ആ എന്തായി ഡോക്ടർ? ഞാൻ തൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുവാ. താനെങ്ങനെയാ, ഹാപ്പിയല്ലേ? പിന്നല്ലാതെ, എനിക്കുണ്ടായിരുന്ന 2 അസ്വസ്ഥതകളെ ഞാൻ ഡോക്ടറിൻ്റെ തലയിലേക്ക് വെച്ച് തന്നിട്ടുണ്ടല്ലോ. അല്ല, അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആ, കുഴപ്പമൊന്നുമില്ല. അവരെ എങ്ങനെ അമേരിക്കയുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാമല്ലോ. തന്നെപ്പോലെ കോടീശ്വരന്മാരായ കുറേ ക്ലയൻസ് എനിക്കുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ തടസ്സവും വെല്ലുവിളിയുമായിട്ടിരിക്കുന്ന കുറേ പേരെ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഇവരൊന്നും എനിക്കൊരു വിഷയമേ അല്ല. നാടറിയുന്ന ഗായിക ശ്യാമയെ താൻ ആരാണെന്ന് പോലും അറിയാതെ സ്വബോധം നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലാക്കണം, അതല്ലേ തൻ്റെ ഡിമാൻഡ്? അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കും. അതെ ഡോക്ടറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനസ്സിനും ശരീരത്തിനും അധികം ബലമില്ലാത്തവളാണ് ഈ ശ്യാമ. അതുകൊണ്ട് തന്നെ ഹൈ ഡോസിലൊന്നും മരുന്നൊന്നും കൊടുത്തേക്കല്ലേ. ആദ്യം ചെറിയ ചെറിയ ഡോസിൽ മതി, പിന്നെ നമുക്ക് വീര്യം അങ്ങ് കൂട്ടാം. അതൊക്കെ അത്രേ ഉള്ളൂടോ. പിന്നെ അല്ല, ശ്യാമയുടെ കാര്യം മാത്രമല്ല ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഈ കൂടെയുള്ള മറ്റേ പെണ്ണോ, അവളെ എന്താ ചെയ്യേണ്ടത്? അവളുടെ കാര്യത്തിൽ എന്താ തൻ്റെ തീരുമാനം? അന്നേരം ചന്ദ്രശേഖരൻ പറയണേണ്, ഇപ്പോൾ എന്താണെങ്കിലും തൽക്കാലം ശ്യാമക്കൊരു പരിചാരക ആവശ്യമുണ്ടല്ലോ. ആ ഒരു റോളിൽ ആൾ അവിടെ തന്നെ തുടരട്ടെ. ശ്യാമനെ ഞാൻ ഇനി കൊല്ലണോ അതോ ജീവിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ ആ കൂടെയുള്ളവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അവൾ എന്നാണെങ്കിലും ചാകേണ്ടവൾ തന്നെയാണ്. സമയമാകുമ്പോൾ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് എല്ലാം നടത്തി തരും. പക്ഷേ എനിക്ക് പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ പണം കിട്ടിയിരിക്കണം. അക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഡോക്ടറിന് ആ ഡേറ്റിനെ കുറിച്ച് പോലും എന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരില്ല. അക്കാര്യത്തിൽ ഞാൻ കൃത്യത പാലിച്ചിരിക്കും. ഡോക്ടർ ധൈര്യമായിട്ടിരുന്നോളൂ. ഞങ്ങളെപ്പോലെയുള്ള കുറേ പേരുടെ കാണപ്പെട്ട ദൈവമാണല്ലോ ഇപ്പോൾ ഡോക്ടർ. ഡോക്ടറിനെ കാണേണ്ട രീതിയിൽ തന്നെ ഞാൻ കണ്ടോളാം. എന്നാൽ ശരി, അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സൂര്യ ഉറങ്ങിക്കിടക്കുന്ന സൂര്യയുടെ റൂമിലേക്ക് ചായമായിട്ട് വരുന്ന കൽപ്പനയാണ്. അങ്ങനെ കൽപ്പന സൂര്യനെ വിളിച്ചെണീപ്പിക്കുവാണ്. ഈ സമയം സൂര്യ ചായക്കപ്പ് വാങ്ങിയിട്ട് ചോദിക്കണേ, അല്ല എന്താണ് പുതിയ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? അന്നേരം കൽപ്പന പറയുന്നുണ്ട്, അത് കൊള്ളാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇനി നമ്മുടെ ജീവിതത്തിൽ പുതിയ പല ശീലങ്ങളും ഉണ്ടാകുമെന്ന്. നമ്മളിപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണല്ലോ. അല്ല, ഇതാരുടെയെങ്കിലും ഉപദേശപ്രകാരം മറ്റാണോ? അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ മനസ്സിലെ ചില തീരുമാനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ചായയൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് നേരവും കൂടി എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു നോക്കിയിരിക്കാന്നേ എന്ന് പറഞ്ഞ് കൽപ്പനയെ അരികിലേക്ക് വിളിക്കുവാണ്ടോ സൂര്യ. ഈ സമയം കൽപ്പന പറഞ്ഞേ, അയ്യടാ ദേ ഞാൻ കുളിച്ചിട്ടൊക്കെ ഇരിക്കുവാ. അതിനെന്താ? അതെ, മുത്തശ്ശി ഇന്ന് നമ്മളോട് രണ്ടുപേരുടെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞതല്ലേ, അത് മറന്നുപോയോ? അതുകൊണ്ട് വേഗം എണീറ്റ് റെഡിയായിക്കേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതാണ്. ഓ, മുത്തശ്ശിക്ക് ഇപ്പോഴും തൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നുവല്ലേ? തൻ്റെ ഈ മാറ്റം മുത്തശ്ശി പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ലേ? അതുകൊണ്ടാണോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വിളിച്ചത്? എനിക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും വഴിപാടുകളോ മറ്റോ നടത്താനായിരിക്കും. എന്നാണെങ്കിലും സൂര്യ വേഗം റെഡിയായിട്ട് വാ. ഞാനല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. നിങ്ങളെ പെണ്ണുങ്ങൾക്കല്ലേ കുറേ സമയം വേണ്ടത്. അയ്യടാ, ആര് പറഞ്ഞു? അതെ, ഇനിയേ അമ്പലത്തിലെത്തുമ്പോൾ കൽപ്പന കാരണം ലേറ്റായി എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പം തന്നെ റെഡിയാവും. സൂര്യയെക്കാളും മുമ്പ് ഞാൻ റെഡിയാകും. ഓ പിന്നെ അതെനിക്കൊന്ന് കാണണമല്ലോ. ഞങ്ങൾ ആണുങ്ങളൊക്കെ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് അങ്ങിട്ടാൽ മതി. എന്നാൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലോ, അണിഞ്ഞൊരുങ്ങണ്ടേ? എന്നാൽ പിന്നെ നോക്കിയാലോ, ഞാനാണോ സൂര്യയാണോ ആദ്യം റെഡിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ് കൽപ്പന അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സുകുമാരി അമ്മയുടെ പ്രിയങ്കയുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. പ്രിയങ്ക അങ്ങനെ ഷൂട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം ഡയറക്ടറോടെ സീനൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശിയും ഡയറക്ടറിൻ്റെ അടുക്കി തന്നെ കസേരയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പ്രിയങ്കയും മറ്റൊരു പെണ്ണും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ഡയറക്ടർ ഷൂട്ടിൻ്റെ ഇടയിൽ പെട്ടെന്ന് കട്ട് പറയുവാണ്. അത് കേൾക്കുന്നത് മുത്തശ്ശി അയാളോട് ദേഷ്യപ്പെടണേ, താൻ എന്തിനോട് ഇപ്പോൾ കട്ട് പറഞ്ഞത്? എൻ്റെ പ്രിയങ്ക മോൾ നന്നായിട്ട് തന്നെയാണല്ലോ അഭിനയിച്ചത്. തനിക്ക് എന്താ കുഴപ്പം? കുറേ നാളെ തന്നെ സഹിക്കുന്നു. തനിക്ക് ഡയറക്ഷനും ഒരു ചുക്കും അറിയാൻ പോകുന്നില്ല. എന്നിട്ടും എല്ലാം അറിയാമെന്ന് തൻ്റെ വിചാരം ഉണ്ടല്ലോ. അതൊന്നുമേ എൻ്റെ ഈ സെറ്റിൽ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഉള്ളവർക്കും അല്ലേ എല്ലാവർക്കും ഞാൻ ചക്കച്ചുള പോലെ പണം എണ്ണി കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള താൻ എന്നെ എൻ്റെ കൊച്ചുമോളെ ഭരിക്കാനായിട്ട് വരണ്ട കേട്ടോ. ഈ സമയം ആ ഒരു ഡയറക്ടർ അവിടുത്തെ അസിസ്റ്റൻറ്റിനെ വിളിക്കുവാണ്. എടോ ശ്രീജിത്തെ, എന്താ ഇതൊക്കെ? ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സെറ്റിൽ ഇതുപോലെ എനിക്ക് ഡിസ്റ്റർബായിട്ടുള്ള ആരും ഉണ്ടാകാൻ പാടില്ല. ഇവരോട് മര്യാദയ്ക്ക് കൂടെ നിന്ന് പൊക്കോളം പറയണം, എന്നാലേ മുമ്പോട്ടുള്ള ഷൂട്ടിങ്ങിന് നടക്കുകയുള്ളൂ. അത് കേട്ട് മുത്തശ്ശി പറയണേ, അയ്യടാ അങ്ങനെ എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് എന്നെ പറഞ്ഞുകൂടെ നിനക്ക് എന്താണ് അധികാരമുള്ളത്? ഇതേ ഞാൻ പൈസ മുടക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടാൽ പോകേണ്ടത് നീയാണ്. നീ പോയാലും ഡയറക്ഷൻ ചെയ്യാനേ നല്ല കുറേ പയ്യന്മാരെ കിട്ടും. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ചെയ്യും. ഓ അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുമോ? എന്നാലേ
ആ പേപ്പർ ഇങ്ങനെ തന്നെ. എന്നിട്ട് ആ ഒരു പേപ്പർ മുത്തശ്ശി കൊടുക്കുക. ദേ ഈ സീനൊന്നും ചെയ്യണ്ട. ഇതിൽ ഈ ഒരു ഷോട്ടെങ്കിലും മര്യാദയ്ക്ക് നിങ്ങളൊന്ന് എടുത്ത് കാണിക്കും. ഞാൻ പഠിച്ചതും എൻ്റെ അന്തസ്സ് എന്താണെന്നും എനിക്ക് നല്ലപോലെ അറിയാം. അതൊക്കെ നിങ്ങളെപ്പോലെ ഇത്രയും വിവരവും സംസ്കാരവും ഇല്ലാത്ത ഒരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ നിങ്ങൾക്കിതാ ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളെപ്പോലെ ആരെങ്കിലും ഒരുത്തനെയൊക്കെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ദൂർത്തടിച്ച് നടക്കുന്നൊരു സ്വഭാവമല്ല എൻ്റേത്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ തൊഴിലും കഴിവിലും ഒക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതൊക്കെ നിങ്ങളെപ്പോലെ ഒരു അഭിമാനവും കഴിവും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ മുമ്പിൽ അടിയറ വെച്ച് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഈ സമയം അതൊക്കെ കേട്ട് ആകെ നാണം കിട്ടി നിൽക്കുവാണ്ട് പ്രിയങ്ക. അന്നേരം മുത്തശ്ശി പറയണേ, എടി പ്രിയങ്ക മോളെ, വല്ലാത്ത ചൂട്, ഞാനൊന്ന് പോയി റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി നൈസായിട്ട് അവിടെ നിന്ന് വലിയുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനും എൻ്റെ മുത്തശ്ശിയും ചേർന്ന. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ സെറ്റിൽ ഞങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങളൊരിക്കലും സംസാരിക്കാൻ പാടില്ല. അന്നേരം ആ ഒരു ഡയറക്ടർ പറയുന്നുണ്ട്, മറ്റൊരുത്തിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ പണം കൈക്കലാക്കി, എന്നിട്ട് അത് വെച്ചല്ലേ നിങ്ങൾ സിനിമ പിടിക്കുന്നത്. അതിൻ്റെ ബലത്തിൽ എന്നെ ഭരിച്ച് എന്നെ കാൽച്ചുവട്ടിലാക്കാമെന്ന് ആരും കരുതണ്ട. ആരുടെ മുമ്പിലും എൻ്റെ അഭിമാനം ഞാൻ പണയം വെക്കില്ല. ഈ സമയം പ്രിയങ്കയ്ക്കും ദേഷ്യം വരുവാണ്. അതെ, ഞങ്ങൾ എങ്ങനെ പൈസ ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട. എനിക്കത് അന്വേഷിക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ജോലിയിൽ അവരെന്നെ ഇൻ്റർഫിയർ ചെയ്യാൻ വന്ന എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെ ചരിത്രമൊക്കെ അന്വേഷിച്ച് പോയിന്നിരിക്കും. എടോ, താനേ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? അന്നേരം ഡയറക്ടർ പറയാനാണ്, അതെ, ഞാൻ ഒരു നല്ല അഭിമാനവും അന്തസ്സുള്ള ഒരു അച്ഛനും അമ്മക്കും ജനിച്ച ആളാണ്. നല്ല കുടുംബ മഹിമയുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരവും. അതെ, ഇനി മുമ്പോട്ട് ഷൂട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. എൻ്റെ ഡയറക്ഷനെ തടസ്സപ്പെടുത്താൻ ആരും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ആ സ്ത്രീ ഈ പരിസരത്ത് പോലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അവിടെയുള്ള അസിസ്റ്റൻറ്റിനോട് പറയുവാണ് കേട്ടോ ഡയറക്ടർ. അങ്ങനെ ആകെ പ്രശ്നമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തലക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം കൂടിയും മുത്തശ്ശിയോടൊപ്പം അമ്പലത്തിലെത്തിയിരിക്കുന്ന ആ ഒരു സീനാണ്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണിൻ്റെ അധികം മുത്തശ്ശിയോട് ചോദിക്കണേ, അല്ല മുത്തശ്ശി താരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ, എന്തോ പറ്റി, ആരെയോ കാത്തു നിൽക്കുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, ആ എന്നെ കാണാനേ രണ്ടുപേരും കൂടി വരാനുണ്ട്. ആരാ അതൊക്കെ? ആരാണെന്ന് ഇപ്പം കാണാമല്ലോ, ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുന്ന രണ്ടാളും. ഈ സമയത്തായിരിക്കും കേട്ടോ സൂര്യയും കൽപ്പനയും കൂടി കാറിൽ അവിടെ എത്തുന്നത്. അങ്ങനെ സൂര്യയും കൽപ്പനയും കാണുന്നതും രാധയ്ക്കും വരുണിനും ആരെയാ മുത്തശ്ശി ഉദ്ദേശിച്ചെന്ന് മനസ്സിലാകുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, ദേ ഇതാണ് എന്നെ കാണാൻ വരുന്ന 2 പേരും. പിന്നീട് വരുണിൻ്റെ അധികം അതുപോലെ സൂര്യയും കൽപ്പനയൊക്കെ മുത്തശ്ശി ഒരുക്കിയ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് തീർത്ഥാടനയൊക്കെ കഴിഞ്ഞിട്ട് പരമേശ്വരനും പത്മിനിയൊക്കെ കടമംഗലത്തേക്ക് തിരിച്ചെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ അവർ അകത്തേക്ക് കയറുന്നതും ഈ സമയം ഹോളിൽ ഉർവശിയും വിഷറിയൊക്കെ കൊണ്ട് വീശിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ഉർവശിയുടെ മുഖത്താണെങ്കിൽ ചുവന്ന് മുഖത്താകെ കുരുക്കളൊക്കെ ഉണ്ടാകും കേട്ടോ. ഈ സമയം ഏട്ടനെയും ഏട്ടത്തെയും വന്നത് കാണുന്നതും ഉർവശി ചോദിക്കണേ, എത്തിയോ നിങ്ങളുടെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട്? അങ്ങനെ പത്മിനിയും പരമേശ്വരനും അടുത്തേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ ഉർവശിയുടെ മുഖത്തുള്ള ആ പാടുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് പത്മിനി ചോദിക്കണേ, അല്ല ഉർവശി, എന്താ നിൻ്റെ ഈ മുഖത്തൊക്കെ? ഈ സമയത്തായിരിക്കും ഉർവശിയും അതൊക്കെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തൻ്റെ മുഖത്തെ ആ കുരുക്കളൊക്കെ കണ്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുന്ന ഉർവശിനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഇത്രയും നാളും അഹങ്കരിച്ചതിൻ്റെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ ഉർവശിക്ക് കിട്ടി. അതുപോലെ ബാക്കിയുള്ളവർക്കും അവരർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. മാത്രമല്ല ഷാമിയും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു വരുന്ന ആ ഒരു എപ്പിസോഡുകൾക്കായിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്